രാവിലെ കുളിച്ച് ശുദ്ധമായ ദീപം തെളിയിച്ച് രാമായണം തൊട്ടു വന്ദിച്ച് വായന തുടങ്ങുന്നു. കർക്കിടക മാസം അവസാനിക്കുമ്പോൾ രാമായണം വായിച്ചു തീർക്കണമെന്നാണ് സങ്കല്പം. ചിലപ്പോൾ രാമായണത്തിൻ്റെ അനുബന്ധ ഭാഗമായ ഉത്തര രാമായണവും ചിലർ വായിക്കാറുണ്ട്. രാമന് എക്കാലത്തെയും മാനുഷിക ധർമ്മത്തിൻ്റെയും പ്രതീകമാണ്. സത്യത്തിലും അടിയുറച്ച ധർമ്മത്തിലും അധിഷ്ഠിതമായ ജീവിതമാണ് മാനുഷിക വികാരങ്ങളെല്ലാം പ്രദർശിപ്പിക്കുന്ന മനുഷ്യനായ രാമൻ ആവിഷ്കരിക്കുന്നത്. ആധ്യാത്മികവും സാംസ്കാരികവും കലാപരവുമായ എക്കാലത്തെയും സ്രോതസ്സാണ് രാമായണം. രാമായണത്തേക്കാൾ ശുദ്ധവും സദാചാരനിഷ്ഠവും സുന്ദരവും ലളിതവുമായ ഒരു മഹാകാവ്യം മനുഷ്യ സംസ്കാര ചരിത്രത്തിലേ ഉണ്ടായിട്ടില്ല എന്നാണ് വിവേകാനന്ദൻ രാമായണത്തെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. ഉഷസന്ധ്യ, മധ്യാഹ്ന സന്ധ്യ, സായം സന്ധ്യ എന്നീ 3 സന്ധ്യകളിലും രാമായണം വായിക്കരുതെന്നാണ് വിശ്വാസം. ശ്രീരാമഭക്തനായ ഹനുമാൻ രാമനാമം എവിടെ ഉച്ചരിച്ച് കേട്ടാലും അവിടെ എത്തുമെന്നതിനാൽ സന്ധ്യാസമയങ്ങളിൽ രാമായണ പാരായണം അദ്ദേഹത്തിൻ്റെ സന്ധ്യാവന്ദനം മുടക്കുമത്രേ. കർക്കിടക മാസം മറ്റ് 11 മാസങ്ങളിൽ നിന്ന് വ്യത്യസ്തമാണ്. അടുത്ത 11 മാസങ്ങളിൽ എങ്ങനെ ജീവിക്കണം എന്നതിൻ്റെ തയ്യാറെടുപ്പ് കൂടിയാണ് മാസമാണ് കർക്കിടകം. മനസ്സും ശരീരവും ശുദ്ധമാക്കി ഈശ്വരൻ്റെ ഭിക്ഷ ഏറ്റുവാങ്ങാൻ തയ്യാറെടുക്കുന്ന മാസം. അതിജീവനത്തിനായി ശരീരത്തെ പാകപ്പെടുത്തേണ്ട കർക്കിടകത്തിലാണ്. കോരിച്ചൊരിയുന്ന മഴയിൽ ശരീരത്തിന് പൂർണ്ണ വിശ്രമം, ഒപ്പം പ്രകൃതി ചികിത്സയും കർക്കിടക ചികിത്സ, സുഖചികിത്സ തുടങ്ങിയ പേരുകളിൽ അറിയപ്പെടുന്ന ആയുർവേദ ചികിത്സാ രീതി ഇന്ന് കൂടുതൽ പ്രശസ്തവും വ്യാപകവുമാണ്. മത്സ്യമാംസാദികൾ വർജിച്ച് പഥ്യം നോക്കി ശരീരത്തെ ശുദ്ധം വരുത്തുന്നു. മനസ്സിനെ ശുദ്ധമാക്കാൻ കർക്കിടകം രാമായണ മാസം കൂടിയാണ്. എന്നും രാവിലെ കുളിച്ച് ശുദ്ധി വരുത്തി രാമായണം പാരായണം ചെയ്യുന്നത് കോടി ജന്മങ്ങളുടെ പുണ്യം സമ്മാനിക്കും. മനുഷ്യൻ ചെയ്തു കൂട്ടുന്ന പാപങ്ങളെ ഹരിച്ച് സംശുദ്ധിയുടെ തീർത്ഥം തളിക്കലാണ് രാമായണത്തിലൂടെ കൈവരുന്നത്.